പാക് സംഘർഷാനന്തരം രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിക്കുള്ളിൽ മറ്റൊരു സംഘർഷം ആരംഭിച്ചു. കാരണക്കാരൻ തിരുവനന്തപുരം എം പി ശശി തരൂർ. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തുടങ്ങിയ ആ വാഗ്പോരിന് ഇപ്പോഴും ഒരു അവസാനമായിട്ടില്ല. അതൊരു അടിച്ചുപിരിയലിന്റെ വക്കിലേക്ക് നീങ്ങുന്നു എന്നാണ് വിലയിരുത്തലുകൾ. തരൂർ കോൺഗ്രസ് പോരിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ 22 പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് നിലവിലെ പോരിന്റെ തുടക്കം. കോൺഗ്രസ് ഒന്ന് പറയുന്നു, തരൂർ മറ്റൊന്ന് പറയുന്നു. അതായിരുന്നു ഒരു രീതി. കോൺഗ്രസ് ഒടുക്കം ലക്ഷ്മണ രേഖ വരെ വരച്ചു. പക്ഷേ തരൂരുണ്ടോ നിൽക്കുന്നു. വിശ്വപൗരൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന തരൂർ കോൺഗ്രസ് ലൈനിന് പുറത്തുള്ള പ്രതികരണങ്ങൾ വീണ്ടും തുടർന്നു. അതിൽ ഏറ്റവും ഒടുവിലുണ്ടായ വിഷയം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിഷയങ്ങളിലെ ഇന്ത്യൻ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ ലോകരാജ്യങ്ങളിൽ പര്യടനത്തിലാണ്. അതിൽ അമേരിക്ക, പാനമ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള സംഘത്തിന് നേതൃത്വം നൽകുന്നത് തരൂരാണ്. അതിന്റെ ഭാഗമായി മെയ് 28 പാനമ ഇന്ത്യൻ എംബസിയിൽ വിദേശ പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ തരൂർ നടത്തിയ ഒരു പ്രസംഗമാണ് പുതിയ വാഗ്പോരിന് കാരണം. 2008 മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് പറഞ്ഞ തരൂർ അജ്മൽ കസബിനെ പിടികൂടിയിട്ടും എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ സമീപകാലത്തുണ്ടായ മാറ്റം ഇന്ത്യയെ ആക്രമിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഭീകരവാദികൾക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നതാണ്. 2016 സെപ്റ്റംബറിൽ ഉറി ആക്രമണത്തിന് ശേഷം സർജിക്കൽ സ്ട്രൈക്കും 2019 ഫെബ്രുവരിയിൽ പുൽവാമയ്ക്ക് ശേഷം ബലാക്കോട്ട് വ്യോമാക്രമണവും ഇന്ത്യ നടത്തി. ആദ്യമായാണ് അന്ന് ഇന്ത്യ നിയന്ത്രണ രേഖ ലംഘിച്ച് ഒരു ഭീകര കേന്ദ്രം ആക്രമിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിലും അത് തന്നെ ആവർത്തിച്ചു. കാർഗിൽ യുദ്ധത്തിലുൾപ്പെടെ മുൻപൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നതടക്കം മോദിയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പരോക്ഷമായ പുകഴ്ത്തലായിരുന്നു തരൂർ അന്ന് നടത്തിയത്. ഇതാണ് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചത്. തരൂർ തിരിച്ചെത്തും മുൻപ് തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ വിദേശകാര്യമന്ത്രിയായോ സൂപ്പർ വക്താവായോ നിയമിച്ചേക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ പരിഹാസം. എക്സിലൂടെയുള്ള വിമർശനത്തിൽ കോൺഗ്രസിന്റെ സുവർണ ചരിത്രത്തെ തരൂർ വില കുറച്ചു കാണിച്ചുവെന്നും ഉദിത് വിമർശിച്ചിരുന്നു. ഈ പോസ്റ്റ് കോൺഗ്രസ് നേതാക്കളായ പവൻ ഖേര, ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുകയും ചെയ്തതോടെ തർക്കത്തിന് ആക്കം കൂടി. പിന്നാലെ തരൂരിനെ പിന്തുണച്ച് BJP നേതാക്കൾ രംഗത്തെത്തി. കോൺഗ്രസ് സംസാരിക്കുന്നത് പാകിസ്ഥാന്റെ സൂപ്പർ വക്താക്കളെ പോലെയാണെന്നായിരുന്നു BJPയുടെ വിമർശനം. വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ സംസാരിക്കണോ എന്നായിരുന്നു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പോസ്റ്റ്. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന കോൺഗ്രസ് നേതാക്കൾ 2016 സർജിക്കൽ സ്ട്രൈക്കിനെ കുറ്റപ്പെടുത്തിയുള്ള തരൂരിന്റെ പുസ്തകം ഉൾപ്പെടെ കുത്തിപ്പൊക്കി. അതേസമയം അടുത്ത കാലത്തെ ഭീകരാക്രമണങ്ങൾക്ക് നൽകിയ തിരിച്ചടികളെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്ന് വ്യക്തമാക്കുകയാണ് തരൂർ ചെയ്തത്. വിമർശനങ്ങളും ട്രോളുകളും തുടരാമെന്നും തനിക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും എക്സിലൂടെ പറഞ്ഞ തരൂര് പാർട്ടിയിലെ ചിലരുടെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന സൂചനയും നൽകുന്നുണ്ട്. കോൺഗ്രസിനെതിരായ ഗൂഢാലോചനയാണ് തരൂരിന്റെ വാക്കുകൾ എന്ന നിലപാടിൽ ഉറച്ചാണ് ഉദിത് രാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ. പാർട്ടി ലൈനിന് പുറത്തുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്ന തരൂരിനോട് വിശദീകരണം ആവശ്യപ്പെടണമെന്ന നിലപാടും ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടിക്കുള്ളിലെ തർക്കം വീണ്ടും മൂർച്ഛിക്കാനാണ് സാധ്യത. അതേസമയം സംഭവം വിവാദമാക്കാനില്ലെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പക്ഷം. തരൂരും കോൺഗ്രസും രണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നത് ഇതാദ്യമായല്ല. പഹൽഗാമിൽ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായി എന്ന് കോൺഗ്രസ് ആരോപണം ഉയർത്തിയപ്പോൾ എല്ലാ രാജ്യങ്ങളിലും അതൊക്കെ ഉണ്ടാകുമെന്നായിരുന്നു തരൂർ പ്രതികരിച്ചത്. പിന്നീട് ഇന്ദിരാഗാന്ധി ഉയർത്തി ചർച്ച സജീവമാക്കിയപ്പോൾ കാലം മാറിയെന്ന് പറഞ്ഞ BJPക്ക് അനുകൂലമായ നിലപാടും തരൂർ സ്വീകരിച്ചു. സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ വിട്ടിലാക്കുന്ന നിലപാടായിരുന്നു തരൂർ സ്വീകരിച്ചത്. അങ്ങനെ എല്ലാ തരത്തിലും പാർട്ടിക്ക് അപ്പുറം കടന്ന തരൂരിനെ എങ്ങനെയാകും കോൺഗ്രസ് നേരിടുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്.